നമ്മുടെ അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 49 ദിവസമായി. ഇതിനിടയിൽ അർജുൻ്റെ ഭാര്യയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ ജോലിയിൽ അർജുൻ്റെ ഭാര്യ ഇന്ന് നിറക്കണ്ണുകളോടെ പ്രവേശിച്ചു. വളരെ വലിയ പ്രയാസത്തിലും ദുരിതത്തിലുമാണ് ഈ കുടുംബം നീങ്ങിപ്പോകുന്നത്. ഈ ജോലി അവർക്കൊരു ആശ്വാസം നൽകും. ഇത് അർജുൻ്റെ ഒരു സ്വപ്നമായിരുന്നു, കൃഷ്ണപ്രിയക്ക് ഒരു ജോലി ലഭിക്കണം എന്നത്. അത് സാധിച്ചപ്പോൾ കാണാൻ നമ്മുടെ അർജുൻ ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് തന്നെ കൃഷ്ണപ്രിയ വളരെയേറെ സങ്കടപ്പെട്ടും കണ്ണീർ പൊഴിച്ചുമാണ് ഇന്ന് ജോലിയിൽ പ്രവേശിച്ചത്. അതുകൂടാതെ മറ്റൊരു സന്തോഷ വാർത്ത എന്തെന്നാൽ അർജുനായുള്ള തിരച്ചിൽ വീണ്ടും ആരംഭിക്കാൻ പോകുന്നു. ഇപ്പോൾ പ്രതികൂല സാഹചര്യം തുടർന്നുകൊണ്ടിരിക്കുന്ന ഷിരൂരിലെ കാലാവസ്ഥ അനുകൂലമായാലാണ് 10 ദിവസത്തേക്ക് തിരച്ചിൽ ആരംഭിക്കാൻ കർണാടക കോടതി അനുവാദം നൽകിയത്. അർജുനെ കണ്ടെത്താനാവുമോ? 49 ദിവസമായതുകൊണ്ട് തന്നെ അർജുൻ്റെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ജീവൻ്റെ തുടിപ്പ് ആ ട്രക്കിലുണ്ടായിരിക്കട്ടെ എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതെന്ന്. ഷിരൂരിൽ ഡർജറെത്തിച്ച് തിരച്ചിൽ ആരംഭിക്കും. അതിന് കാലാവസ്ഥ അനുകൂലമാകണം. ഗോവയിൽ നിന്ന് ഡർജർ യന്ത്രം എത്തിക്കണമെങ്കിൽ 40 മണിക്കൂറോളം വേണം. ഇതിനുള്ള ചിലവും കർണാടക സർക്കാർ തന്നെ വഹിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അർജുൻ്റെ വേർപാട് ഈ കുടുംബത്തിനെ വളരെയേറെ വിഷമത്തിലാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അർജുനനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്ന കുടുംബത്തിൻ്റെ ആഗ്രഹം സഫലമാകട്ടെ. അതിനുവേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. അർജുനു വേണ്ടി വളരെ പാടുപെട്ട് തന്നെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും അർജുൻ്റെ ട്രക്കിൻ്റെ അടുത്തേക്കെത്താൻ ആർക്കും തന്നെ സാധിച്ചില്ല. അവിടെ വലിയ തടസ്സങ്ങളാണ് ഉണ്ടായിരുന്നത്. അർജുൻ്റെ ട്രക്ക് ഉണ്ടെന്ന് സിഗ്നൽ ലഭിച്ച ഭാഗത്ത് ഈയിടയ്ക്ക് നാവികസേന സോണാർ പരിശോധന നടത്തിയിരുന്നു. അർജുൻ്റെ ട്രക്ക് അവിടെ നിന്ന് സ്ഥാനം മാറുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. അപ്പോഴൊന്നും അർജുനു വേണ്ടി തിരച്ചിൽ തുടരാനുള്ള അനുവാദം കർണാടക സർക്കാർ നൽകിയിരുന്നില്ല. ഇപ്പോഴും 10 ദിവസത്തെ അനുവാദമാണ് നൽകിയിരിക്കുന്നത്. ഈ 10 ദിവസത്തിനുള്ളിൽ അർജുനനെ കണ്ടെത്താനാകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ വലിയ വിഷമ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അർജുൻ്റെ കുടുംബത്തിന് സഹനവും സമാധാനവും ഉണ്ടാവട്ടെ എന്നും ഇനി നമ്മുടെ ഒരു സഹോദരനും ഇത്തരം അവസ്ഥ വരാതിരിക്കട്ടെ. അർജുന് ദൈവത്തിൻ്റെ രക്ഷ എന്നും തന്നെ ഉണ്ടാകട്ടെ.